നടരാജ, എന്റെ സാഹചര്യം ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. എന്നെ എങ്ങനെയും നീ സഹായിച്ചേ പറ്റൂ. ആരെങ്കിലും എനിക്ക് കണ്ടെത്തി തന്നേ പറ്റൂ. അത് ഞാൻ കണ്ടെത്തി തരാം. അതിനൊരാളെ ഉണ്ട്. ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി പണി ചെയ്യുന്ന നല്ലൊരു ബംഗാരിക്കാണ്. അതെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് ഒന്ന് വീട്ടിലോട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഇയാൾക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ വലിയ പൈസ കൊടുക്കണ്ട, ഞങ്ങളുടെ വലിയ ബന്ധമാണ്. അതെ. പൈസ നമുക്ക് ചെറിയ എന്തെങ്കിലും കൊടുക്കാം. ചെറിയ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ സംഭവം കംപ്ലൈന്റ് തീർത്തു തരണം. തീർത്തു തരും. അത് ഉറപ്പുണ്ടല്ലോ? ഉറപ്പാണ്. നല്ല മെക്കാനിക് ആണല്ലോ. നല്ല മെക്കാനിക്. അത് മതി. നീ എന്നാ പിന്നെ സമയം കളയണ്ട. പെട്ടെന്ന് ആളിനെ. നമുക്കൊരു ജ്യൂസ് പറഞ്ഞാലോ? എനിക്ക് ഷുഗർ കൂടി. എന്നാ എനിക്കൊരു ജ്യൂസ് ആണ്. എന്നൊരു കാര്യം ചെയ്യും, അത് പകുതി ഹാഫ് 2 ഗ്ലാസ്സിലാക്കി എടുത്തോ. അല്ല, ഷുഗർ കൂടിയെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ ഗുളിക കഴിച്ചു. കുഴപ്പമില്ല. ഇതിപ്പോ നിനക്ക് വാങ്ങിക്കണ ജ്യൂസാണ് കേട്ടാ. 2 ഗ്ലാസ്സിലാക്കി എടുത്തോ. കുടിക്കാം. രാഗിയേ, ഓ എന്താ ചേച്ചി? ഒന്നും വന്നേ. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അമ്മടെ ചേട്ടനില്ലേ? ഇല്ല, വന്നിട്ടില്ല. എന്ത് പറ്റി? ഭയങ്കര സന്തോഷം. സമ്മതിച്ചു. ശരിക്കും അടിപൊളി. അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടാ. പക്ഷെ അത് നീ പറഞ്ഞ പോലെ അമ്പിളിക്കുട്ടന്റെ കാര്യം ഓർത്തിട്ടൊന്നുമല്ല. എനിക്ക് അതായിരുന്നു ടെൻഷൻ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ വീട്ടിലെ പണിയും തയ്യലും ഒക്കെ ആവുമ്പോഴത്തേനും ഞാൻ എന്റെ ശരീരം നോക്കൂല എന്ന് പറഞ്ഞ് ക്ലീറ്റോന് പേടി. പിന്നെ ഞാൻ പറഞ്ഞു അമ്പിളിക്കുട്ടൻ ചേട്ടന്റെ കെയർ ഓഫിലുള്ള ആരോ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷായി. അവിടെയായിരുന്നു എനിക്ക് പ്രശ്നം. ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചും പറഞ്ഞൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. ശരീരം നോക്കണം, കൊച്ചിന്റെ കാര്യം നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. അത് നോക്കണം കേട്ടോ. പിന്നെ ചേച്ചിക്ക് വർക്കിലോട് വരുമ്പോ ആരെങ്കിലും ഹെൽപ്പിന് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത്. അന്ന് മെഷീൻ ഒടിഞ്ഞു പോയി, ഞാൻ പറഞ്ഞില്ലേ രാവിലെ. ഇപ്പൊ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് മെഷീൻ ഒന്ന് കേടായിട്ടുണ്ട്. കുറച്ച് നാളായി, തയ്യലൊക്കെ കുറവായിട്ടേ. അതൊന്ന് ശരിയാക്കി നാളെ മുതൽ തന്നെ തയ്ച്ചു തുടങ്ങാൻ പറ്റും. പിന്നെ വീട്ടിലെ പണിയൊക്കെ എനിക്ക് തീർക്കാവുന്നുള്ളൂ. അതിനാരും സഹായത്തിനൊന്നും വേണ്ട. എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പുതിയ മെഷീനൊക്കെ വാങ്ങിക്കാം. അതെ, ഞാൻ വേഗം വിളിച്ച് പറയട്ടെ. എന്തായാലും നല്ല സന്തോഷം ഓർത്തേ. വിളിച്ചു പറയേ. ഞാനങ്ങ് പോവാണേ. മെഷീൻ നന്നാക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞില്ലേ? പുഴുക്കുന്നു പൊടിയനാശാൻ. അയ്യോ, പൊടിയുന്നു. സാധാരണ കാറ് വിട്ടാലേ ഞാൻ വരുമായിരുന്നുള്ളൂ. പിന്നെ യവൻ വന്ന് വിളിച്ചാൽ ഞാൻ വരും. അങ്ങനെ ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതായത് ഇവന്റെ അച്ഛന്റെ മെഷീനിലാണ് ഞാൻ പണി തുടങ്ങുന്നത്. ഉടനെ തരാൻ കേട്ടോ. അച്ഛൻ മരിച്ചിട്ട് വർഷം 10 10 അല്ല 11. അന്ന് കൊണ്ടുപോയ മെഷീനാ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എവിടെ ഐറ്റം? എന്താണ്? മെഷീൻ നന്നാക്കാനുള്ള മെഷീൻ അതകത്തുണ്ട്. ഓക്കെ. സംഭവം എന്റെ ഭാര്യ തയ്ക്കുന്ന മെഷീനാ. ആയിക്കോട്ടെ. എന്തോ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ, കുഴപ്പം ചെറുതാണോ വലുതാണോ എന്ന് തീരുമാനിക്കാനാണ് ഞാൻ വന്നിരുന്നത്. ബാക്കി പറ. അപ്പൊ അവളിപ്പോ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോയേക്കാം. തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇതിനെ റെഡിയാക്കി ഒരു സർപ്രൈസ് കൊടുക്കണം. ഭാര്യയെ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന ചെറിയൊരു അഭിലാഷം. അത് ഞാൻ നടത്തി തരും. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടാവും. മെഷീന് കഴുകാനെടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് സംഘടിപ്പിക്കാം. കഴുകാനൊന്നും അല്ല, കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചിട്ടേ പണി തുടങ്ങാറുള്ളൂ. അല്ല, അത് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പറ്റൂ. എടുക്കാം. എനിക്കൊന്ന് അറിഞ്ഞു കൊള്ളാം. നാരങ്ങ വെള്ളം ഉപ്പിട്ടായ കുഴപ്പമുണ്ടോ? എനിക്ക് പഞ്ചസാര വേണം. എന്നാ പിന്നെ ഇവിടെ പഞ്ചസാര ഇല്ല കേട്ടോ. ഇനി വാങ്ങിച്ചാലേ അത് കലക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട്. അതിന് മുമ്പ് വേറെ കാര്യം പറയാനുണ്ട്. ഈ 2-3 ദിവസത്തിന് മുമ്പ് നിങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു മനുഷ്യൻ, ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഉപ്പിട്ട നാരങ്ങൾ എത്രമാത്രം ഉപ്പ് കുടിക്കാനായിട്ട് നിനക്ക് ഉപ്പിന്റെ അംശം കുറവുണ്ടാണ്. ഉണ്ടാണ് അച്ഛനെ ഓർത്ത് ക്ഷമിക്കും. പോടാ നടരാജ, പോവാ. കൊണ്ട് ദേഷ്യം പിടിപ്പിച്ചു. Alien versus Alien.